ഇന്നൊരു ലോ ബഡ്ജറ്റ് പോപ്പർ ഉണ്ടാക്കാവേ. അതിനായിട്ട് കുറച്ച് പേപ്പർ വേണം, പിന്നെ വീട്ടിൽ നമുക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഈർക്കിലി വേണം, പിന്നെ കുറച്ച് ത്രെഡ്, പിന്നെ ഒരു സെല്ലോ ടേപ്പ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു പേപ്പർ എടുത്തതേ ഈ കോൺ ഷേപ്പിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഈർക്കിലി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗം സെല്ലോ ടേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ത്രെഡ് ഇട്ടോ ഒന്ന് കെട്ടിക്കൊടുക്കുക. പോപ്പ് ചെയ്ത് കളയാനായിട്ടുള്ള പേപ്പർ പീസസ് വേണ്ടേ, അതിനായിട്ട് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇപ്പോൾ എനിക്ക് കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേപ്പറിൽ കളർ ചെയ്യുകയാണ്. ഏതായാലും കളർ കണ്ടാൽ പോരെ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഉള്ള കളറിട്ട് ഏതെങ്കിലും ഒരു പഴയ ബുക്കിൻ്റെ ഒരു പേപ്പർ എടുക്കുക, ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും അതിലടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചില്ലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഏകദേശം കളറൊന്ന് എത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ ബാക്കി കളർ ചെയ്യാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ പേപ്പർ നമ്മൾ ഇതുപോലെ സ്ട്രിപ്പായിട്ടൊന്ന് കീറിയെടുക്കുക. കത്രയുകൊണ്ട് കണ്ടിച്ചാലും മതി. അങ്ങനെ നമ്മൾ സ്ട്രിപ്പായിട്ട് ഇതെല്ലാം കീറിയതിന് ശേഷം സിസേഴ്സ് കൊണ്ട് അത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പീസിൻ്റെ വലുപ്പവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസൊക്കെ ഒന്ന് സേഫായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ബോഡി പാർട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ ഈ റബ്ബർ ബാൻഡ് എടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പെന്നിൻ്റെ ബോഡിയുടെ താഴത്തെ ഭാഗത്ത് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അത് സെക്യൂർ ചെയ്യാൻ ത്രെഡാണ് കേട്ടോ നല്ലത്. അപ്പം നമ്മുടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ ആ ഭാഗം ഒന്ന് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കണം. ടൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചാലും ആ ടൈ ചെയ്തിരിക്കുന്ന ഭാഗം ഊരിപ്പോകാത്ത രീതിയിൽ വേണം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാൻ. ഇനി ആ ഈർക്കിലി ഭാഗം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ റബ്ബർ ബാൻഡ് ഒന്ന് വലിച്ച് പിടിച്ച് ടൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ലോ ബഡ്ജറ്റ് പോപ്പർ റെഡി ആയി കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസെല്ലാം ഇതിൻ്റെ ഉള്ളിലിട്ട് താഴെ നിന്ന് വലിച്ച് വിട്ടാൽ മതി. വേണേൽ കുറച്ച് കളർ ചെയ്ത് ഇതിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര തവണ വേണേലും യൂസ് ചെയ്യാം. വെറുതെ പൈസ കളഞ്ഞൊരെണ്ണം മേടിച്ച് പൊട്ടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ.